കോഴിക്കോട് നിന്ന് തിരിച്ചു വരാൻ നല്ല സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വേറെ ഒരു കാര്യത്തിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് എനിക്ക് പണ്ട് മുതലേ എന്റെ വീട്ടിലോട്ട് ഗസ്റ്റ് ഒക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ. അപ്പോൾ എന്റെ എക്സൈറ്റ്മെന്റ് കുറച്ചും കൂടെ ഒന്ന് കൂടുതലായിരിക്കും. ഞാൻ കുറെ നാളായിട്ട് ലയനെ എന്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സാഹചര്യവും സമയം എല്ലാം ഒത്തു വന്നത് ഇപ്പോഴാണ്. അങ്ങനെ ലേക്ക് എന്റെ നാടും വീടും ഒക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള സ്ഥലവും ആൾക്കാരെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു ലേക്ക്. 2 ദിവസമായിട്ട് ഫുള്ള് കറക്കമായിരുന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തു. ലയ വീട്ടിൽ വരുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൗരി എനിക്ക് കുറേ ഫോട്ടോസ് എടുക്കണം അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ കൊച്ചിന്റെ ആഗ്രഹം പോലെ തന്നെ രാവിലെ തന്നെ ഞങ്ങളുടെ കൊച്ചു ഗാർഡനിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ദൈവം സഹായിച്ച് നല്ല കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ എനിക്ക് പറ്റി. ഞാനും ലയും കോളേജിൽ ഡേ 1 മുതൽ കമ്പനിയായ ആൾക്കാരാണ്. പിന്നെ എന്റെ മെയിൻ കമ്പൈൻ സ്റ്റഡി പാർട്ട്ണർ ആയിരുന്നു ലയ. കോവിഡ് ടൈമിൽ കോളേജൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ വീട്ടിൽ വന്ന ടൈമിലും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുന്നതിനെ പറ്റി ഇപ്പൊ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചും മോട്ടിവേറ്റ് ചെയ്തും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും ഒക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയി. ആന്ധ്രയിൽ നിന്ന് വന്നിട്ടും കുട്ടി മലയാളം പഠിച്ചുകൊണ്ട് നമുക്കങ്ങനെ ലാംഗ്വേജ് ബാരിയർ ഒന്നും ഇല്ലായിരുന്നു. 4.5 വർഷത്തെ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഞങ്ങൾ 1 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ചെയ്തു. ഞങ്ങളെന്നും ഫോണിൽ സംസാരിക്കാറില്ല, ടെക്സ്റ്റ് ചെയ്യാറില്ല, ഒന്നുമില്ല. വല്ലപ്പോഴും വിളിച്ചാലായി. പക്ഷേ ഈ 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കാണുമ്പോഴും അന്നുണ്ടായിരുന്ന അതേ വൈബോടെ സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റാറുണ്ട്. ഐ ഫീൽ സോ ബ്ലെസ്ഡ് ടു ഹാവ് സച്ച് അമേസിംഗ് ഫ്രണ്ട്സ് ഇൻ മൈ ലൈഫ്.